കേരളത്തിലെ തന്നെ ഒരു പഴയ സഖാവും SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും കൂട്ടത്തിൽ മലയാള സിനിമയിലെ തന്നെ ഒരു ഉന്നത കുലോത്തുങ്കനുമായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വൻമരം വീണിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു വാർത്ത. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്തൊരു ചിരിയുണ്ട് എന്ന് വിചാരിക്കരുത്. സത്യത്തിൽ അത് കരച്ചിൽ കഴിഞ്ഞിട്ടുള്ളൊരു ചിരിയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം ഇദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയുടെയൊക്കെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് കൂവിയ കുട്ടികളോട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് വയനാട്ടിലൊരു വീടുണ്ട്. വയനാട്ടിലൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പട്ടികൾ ഇദ്ദേഹത്തെ കണ്ട് കുരക്കാറുണ്ട്. പക്ഷെ കുരക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു നോട്ടക്കാരനുണ്ട്. ആ നോട്ടക്കാരനായിട്ടുള്ള ആളാണ് ഓണർ എന്നാണ് പട്ടികൾ വിചാരിച്ചിരിക്കുന്നത്. പട്ടികൾക്കറിയില്ലല്ലോ, കാരണം ഞാനാണ് ഉടമസ്ഥനെന്ന് പട്ടികൾക്കറിയില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടിയിൽ വെച്ചിട്ട്, ചലച്ചിത്രോത്സവത്തിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ കൂവിയിട്ടുള്ള ആളുകളോട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നീയൊക്കെ പട്ടികളാണ്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കാരണം ഇദ്ദേഹം മറ്റേ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ TNI എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ഓൺലൈൻ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തുറന്നിട്ട് വളരെ അലസമായി ധിക്കാരിയുടെ റോളാണ് പുള്ളി എപ്പോഴും എടുത്തടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം സിനിമയിലൊക്കെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ തന്നെ ഒരു ആറാം തമ്പുരാനായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ സ്പിരിറ്റ് ആണെങ്കിലും ഇന്റർവ്യൂപ്പൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത സിനിമകളൊക്കെ തന്നെയാണ്. നല്ല സ്ക്രിപ്റ്റിംഗ് ഒക്കെയാണ്, മിടുക്കുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വലിയ തോതിലുള്ള കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പരാതി വന്നിരുന്നു. ആ പരാതി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രഞ്ജിത്ത്. ഇപ്പം അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പം ജയിലിലാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പം അദ്ദേഹം കാക്കനാട് സബ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ നേരത്തെ ഒരു പരാതി വന്നിരുന്നു. അതൊരു ആണിൻ്റെ പരാതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാണ് സിനിമയിൽ അവസരം ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇദ്ദേഹം ഏതോ സൈഡ് റോഡിലൂടെയോ ബാക്കിലൂടെയൊക്കെ വരാൻ പറയുകയും എന്നിട്ട് അവിടെ വന്നിട്ടുള്ള ആളോട് എന്താണ് മുഴുവൻ ഡ്രസ്സ് അഴിച്ച് നെയ്ക്കഡായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ മറ്റൊരു നടിക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇദ്ദേഹവുമായി വളരെ ബന്ധമുള്ള ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള പല ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ പയ്യന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് പയ്യൻ പരാതി പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇടവേള ബാബുവിനെ വിളിച്ചു വന്നു. അപ്പോൾ ഇടവേള ബാബു ഒരു ദിവസം ഈ പയ്യനെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാതികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു കേസ് എന്ന് പറയുന്ന ഒരു ബംഗാളി നടിയോട് ഇദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ആ പുറത്തു വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം ജസ്റ്റ് അവിടെ നിന്ന് ആദ്യം മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് തടിയൂരിയാണ് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം ഇദ്ദേഹം CPMൻ്റെ ഒരു സഹയാത്രികൻ എന്നുള്ള നിലക്കാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. CPM ഗവൺമെൻറ്റിലാണ് ഇദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷരൊക്കെ ആക്കിയിരുന്നത്. കൂടാതെ നമുക്കറിയാവുന്നത് പോലെ ഇദ്ദേഹത്തെ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ തന്നെ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നതിനിടക്ക് ഇന്നലെ പക്ഷേ ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടികൂടുകയാണ്. കാറിൽ നിന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന പിണറായി സർക്കാരിൻ്റെ പോലീസ് തന്നെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു യുവ നടി ഇദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടായിരുന്നു. ആ യുവ നടിയെ ഇദ്ദേഹം കാരവനിലേക്ക് വിളിച്ചു. കാരവനിലേക്ക് വിളിച്ചപ്പോൾ ഇവർ കാണാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, വളരെ മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി. ആ പെരുമാറ്റം ഉണ്ടായതിനു ശേഷം ഈ നടി ആ കാരവനിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ട് അവിടെ കണ്ടിട്ടുള്ള സഹപ്രവർത്തകരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലും അതുപോലെ ചില സംഘടനകൾക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. പക്ഷെ പരാതികൾ കൊടുത്തപ്പോൾ അവിടെയൊക്കെ തന്നെ ഇതുപോലെയുള്ള പല തരികിട തക്കട ആളുകളൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ വേട്ടക്കാരനൊപ്പം ഓടുകയും ഈ പറഞ്ഞ പോലെ ഇരക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒത്തുതീർപ്പിലെത്താനുള്ള പല പരിശ്രമങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. ഈ CPMനും അതുപോലെ LDFനും ഒക്കെ ഇതുപോലെയുള്ള കുരിശികളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല. കമാലുദ്ദീൻ എന്ന് പറയുന്ന കമൽ എന്ന് പറയുന്ന സംവിധായകനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതേപോലെ തന്നെ അദ്ദേഹവും ഒക്കെ ഗവൺമെൻറ് കൊടുത്തേക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഇതുപോലെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പരാതി വരുന്നതാണ്. അദ്ദേഹത്തെ അതിനുശേഷം ചാനലുകളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഈ CPMും LDFും ഒക്കെ വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്, അസോസിയേറ്റ് ഒക്കെ ആയിട്ടാണ് നമുക്കറിയാവുന്ന പോലെ ഗോവിന്ദ മാഷും മകനൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവർക്കൊന്നും അവരൊക്കെ ഇടപെട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇനി മുതൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് പിണറായി തന്നെ നിർദ്ദേശിച്ചു. അദ്ദേഹം അറിയാതെ എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകില്ല.
ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പരാതി കൊടുക്കുകയും ഈ ഇവരുടെ സംഘടനകളിൽ നിന്നൊന്നും തന്നെ നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കി പോലീസിൽ തന്നെ പരാതി കൊടുക്കുകയും ആ പോലീസ് കൊടുത്തിട്ടുള്ള പരാതി വളരെ രഹസ്യമാക്കി തന്നെ വെക്കുകയും ആ രഹസ്യമാക്കി വെച്ച് പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം രാവിലെ മുതൽ തന്നെ ഇദ്ദേഹത്തെ ഒബ്സർവേഷനിൽ വെക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വളരെ കൃത്യമായ നീക്കത്തിലൂടെ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനോട് ചേട്ടൻ വന്ന് വണ്ടി കയറിക്കോ എന്ന് പോലീസുകാർ പറയുകയും അദ്ദേഹം വളരെ കൃത്യമായി വണ്ടി കയറുകയും ചെയ്തു. അപ്പം അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് 14 ദിവസത്തേക്ക്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷേ എന്താണെങ്കിലും 1-2 ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയും പുതിയ കഥകൾ ഈ പറയുന്ന പോലെ ആലോചിക്കുകയും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇനിയും ഇത് മാത്രമല്ല, ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന നമ്മുടെ രഞ്ജിത്ത് ധിക്കാരിയും അതുപോലെ അഹങ്കാരിയുമായിട്ടുള്ള രഞ്ജിത്ത് യഥാർത്ഥത്തിൽ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇത് വ്യാജ പരാതിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്നുള്ള ലെവലിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കുന്നത് നമുക്ക് കാണാം. ഒരിക്കൽ കൂടി പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെയും ഗവൺമെന്റിനെയും അഭിനന്ദിക്കുന്നു. യഥാർത്ഥത്തിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള ലൈംഗിക പരാതിയിന്മേൽ നടപടിയെടുക്കാൻ വൈകിയതൊക്കെ തന്നെ ചെറിയ തോതിലെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു കാര്യത്തിലെങ്കിലും വളരെ സത്വരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടതിന് പിണറായി സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിന്റെ പിന്നിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാർക്കും പല ആളുകളുടെ അടുത്തുമൊക്കെ നിരവധി തവണ കിട്ടുകയും അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കാന്നിടത്തോളം വെച്ചിട്ട് ഇനിയും ഈ പരാതികൾ വരരുത്, ഇതെന്ത് ചെയ്തോളാം, മര്യാദ കൈക്കൊള്ളണം എന്ന് കൃത്യമായി പറയുകയും ചെയ്തതിന് ശേഷം പോലും യഥാർത്ഥത്തിൽ 2 മാസം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഇനി അത് സംരക്ഷിക്കേണ്ടതില്ല. ആ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ CPM പോലൊരു പാർട്ടി എന്ത് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഇത്തരത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യം ഉണ്ടാവുകയും ചെയ്തു. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത സർക്കാരിന് കൃത്യമായിട്ട് അഭിനന്ദനങ്ങൾ. അതുകൊണ്ട് രഞ്ജിത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണെങ്കിലും ഇനി ആരാണെങ്കിലും ശരി ഇതുപോലെയുള്ള പോക്രിത്തരങ്ങൾ കാണിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും എന്നൊരു മെസ്സേജ് ഈ കേരളീയ സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ കേസുകളിൽ, അല്ലാതെ മറ്റ് സാധാരണ കേസുകളിലോ ഇതൊന്നും ഒന്നും അറിയാത്ത പാവപ്പെട്ട ആളുകളോ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിരവധി ആളുകൾ ജയിലിൽ പോകുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഈ പറഞ്ഞ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ അവരെത്ര പ്രതിഭ ഉണ്ടെങ്കിലും എന്ത് ഈ പറയുന്ന പോലെ തേങ്ങ പറയിലുണ്ടെങ്കിലും ശരി ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അനുവദിച്ചു കൊടുക്കേണ്ടതില്ല. പിന്നെ CPM-കാർക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചിന്താ ജെറോം എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ യുവജനക്ഷേമ അധ്യക്ഷയുണ്ട്. അവര് ചിന്താ ജെറോമൊക്കെ PhD എടുക്കാൻ വേണ്ടി പഠിച്ചേക്കുന്നത് ഇദ്ദേഹത്തിന്റെ 10 സിനിമകളെ കുറിച്ചൊക്കെയാണ് പഠിച്ചേക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് PhD കൊടുക്കുന്നതെന്ന് പോലും അറിയില്ല. ഇതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ വേളാങ്ങിക്കലുകളും ഈ പറഞ്ഞ പോലെ വേഷം കെട്ടലുകളും ഒക്കെ വലിയ സിനിമ ചെയ്ത് 2 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വലിയ മനുഷ്യരാണ് എന്ന് പറയുന്ന ചിന്തകളൊക്കെ കേരള സമൂഹം മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫെഫ്ക ഇപ്പൊ ഇദ്ദേഹത്തെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും കണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫെഫ്കയൊക്കെ വന്ന് കെട്ടിപ്പുടരുകയും വീണ്ടും ആ സംഘടനയിലേക്ക് എടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. താൽക്കാലികമായി ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ ഇതുപോലെ മാറ്റി നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യാം, വിലയ്ക്ക് വേണ്ടി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയും വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ട് ഈ പറഞ്ഞ സാക്ഷി മൊഴികളെയും ബാക്കിയുള്ളവരെയും സ്വാധീനിച്ചുകൊണ്ട് കേസില്ലാതാക്കലും ഒക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ 2-3 ദിവസം അകത്ത് കിടക്കുന്നത് പോലും വലിയ ശിക്ഷയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.